പാടത്ത് പണി വരമ്പത്ത് കൂലി. ഇത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും മാനം കെടേണ്ട ഒരു സാഹചര്യം പിണറായി സർക്കാരിന് ഉണ്ടാവില്ലായിരുന്നു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ പിരിച്ചുവിടൽ അടക്കമുള്ള കടുത്ത നടപടിയുണ്ടാകും. ക്രിമിനൽ കേസിൽ പ്രതികളായ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ തൃശൂർ റേഞ്ച് DIG ശുപാർശ ചെയ്തു. പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി പുനഃപരിശോധിക്കാനും DGP തീരുമാനിച്ചു. പോലീസുകാരെ പിരിച്ചുവിടും വരെ നിയമ പോരാട്ടം തുടരുമെന്നായിരുന്നു സുജിത്തിന്റെ പ്രതികരണം. 3 കൊല്ലം മുമ്പാണ് സംഭവം നടന്നത്. സുജിത്തിന്റെ പരാതിയിന്മേൽ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്ന് ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പോലീസ് മേധാവികൾ കണ്ടിട്ടുമുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അത് അവസാനിച്ചത് നമുക്കറിയാമല്ലോ. ഇന്നിതെങ്ങനെ പുറത്തു വന്നത്? ആ ചെറുപ്പക്കാരൻ അയാളുടെ ഉശിരോടെയുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, അതുകൊണ്ട് ജനങ്ങൾ, ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഇത് കണ്ടു. കേരളത്തിലെ 3.5 കോടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ എത്തിപ്പോയി. ഗതികേട് കൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അല്ലെങ്കിൽ ഒരു യുവാവല്ലേ, അവനെ നട്ടെല്ല് പൊട്ടിയാൽ നമുക്കെന്താ എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ മമ്മൂട്ടി ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ ആ ഗ്രഹണം കഴിയുമ്പോൾ സൂര്യൻ മറന്നേക്ക് പുറത്തു വരും അല്ലേ. ഇവിടെ 3 വർഷം ഈ ദൃശ്യങ്ങൾ പൂഴ്ത്തിവെക്കാൻ സർക്കാരിന് സാധിച്ചു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. അവരൊക്കെ കണ്ടു, നടപടികളൊക്കെ പേരിന് വേണ്ടി എടുത്തു. പക്ഷെ ഇപ്പോ ഈ ദൃശ്യങ്ങളെല്ലാം ജനകോടികൾ കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ കാര്യം അല്ല, ഗുണ്ടകളുടെ കാര്യം തീരുമാനമായി. സത്യത്തിൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഈ 4 ഗുണ്ടകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ഗുണ്ട ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അയാള് ഈ ദൃശ്യത്തിൽ വരാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ സുജിത്ത് നിൽക്കുന്നില്ല, അയാളെ പിന്നാലെ പോകുന്നുണ്ട്. അയാളും താമസിയാതെ പണി കിട്ടും എന്ന് തന്നെ മനസ്സിലാക്കാം. ഏതായാലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളിൽ കൃത്യമായ സമയത്ത് നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാരന്റെ പണിയല്ലാതെ മറ്റേതെങ്കിലും ഒരു പണിയെടുക്കാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ കാലിൽ പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് വേറെ ആണുങ്ങളെ ആ സ്ഥാനത്ത് നിയമിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് സേന എന്നോ നന്നായിട്ടുണ്ടാവും. Different angles. Don't forget to subscribe and support this channel.